RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഈ സീസണിലെ അവസാന എൽ ക്ലാസിക്കയെ കുറിച്ചാണ്. റയൽ മഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് ആയ ക്യാമ്പ് നൗവിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന് എല്ലാവരും മുറിയൊക്കെ ഒരുങ്ങിയ ഫാൻസ് ഫൈറ്റുകളൊക്കെ വളരെ കുറവാണ്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി റയൽ മഡ്രിഡിന്റെ ഡ്രസ്സിംഗ് റൂമിലുള്ള പ്രശ്നങ്ങൾ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒരു വെല്ലുവിളികളും കാര്യങ്ങളൊന്നും രണ്ട് ഫാൻസിന്റെ ഭാഗത്തും റയൽ മഡ്രിഡിനെ ഒരുപാട് ബാഴ്സ ഫാൻസുകൾ ട്രോളുന്നുണ്ടെന്നല്ലാതെ അവര് അവിടെ സിമ്പത്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ക്ലബിന്റെ ഇത്രയും മോശം ടൈമിലൂടെ കടന്നു പോയിരിക്കുന്നുള്ള ന്യൂസുകളൊക്കെയാണ്. അത് കാരണം വലിയൊരു കോലാഹലമാണ്. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, രാത്രി 12:30 ആകുമ്പോൾ ഫുട്ബോൾ ലോകം അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികൾ രണ്ട് തട്ടിലായിട്ട് റയലിനും ബാഴ്സയ്ക്കും വേണ്ടിയിട്ട് ഇരുന്ന കളിയാണെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ ഈ കളിയിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ റയൽ മഡ്രിഡിന് ഭയങ്കര നിർണായകമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർ രണ്ടാമത്തെ സീസണാണ് ട്രോഫിലെസ് ആയിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സിംഗ് റൂമിലുള്ള പ്രശ്നങ്ങളും അവരുടെ കോച്ചും അവിടുത്തെ പ്ലേയേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ മാനേജ്മെന്റിനെ തല പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളപ്പുറം ഈ മത്സരത്തിൽ ഒരു സമനില മതി ലാ ലീഗ് ഒഫീഷ്യലായി ബാഴ്സലോണ തൂക്കി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ട്. ഒഫീഷ്യലായി ലാ ലീഗ് തൂക്കും ഈ ഒരു മത്സരത്തിൽ ഒരു സമനില കിട്ടിയ. അപ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും റയൽ മഡ്രിഡ് ഫാൻസുകാരോ റയൽ മഡ്രിഡോ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്ത് വില കൊടുത്തും ക്യാമ്പ് നൗവിൽ വന്നിട്ട് ഒരു വിജയത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും റയൽ മഡ്രിഡ് പൊരുതുക. അതേപോലെ തന്നെ ബാഴ്സലോണയുടെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ചിരവൈരികളായ റയൽ മഡ്രിഡിനെ തോൽപ്പിച്ചിട്ട് ആ ലാ ലീഗ് തൂക്കുക എന്നുള്ള കാര്യം പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷം. അവരുടെ ഫാൻസിനായിക്കോട്ടെ അവര് ഭയങ്കര സന്തോഷം. ലാ ലീഗിൽ കഴിഞ്ഞ ലാ ലീഗ് മത്സരത്തിൽ റയൽ മഡ്രിഡ് ആയിരുന്നു വിജയിച്ച് 2-1 വിജയിച്ച്. പക്ഷെ സൂപ്പർ കപ്പിൽ അവര് ഫൈനലിൽ റയലിനെ പരാജയപ്പെടുത്തിയിട്ട് ഒരു ട്രോഫി എടുത്തിട്ടുണ്ട് ഈ സീസണിൽ. അപ്പോൾ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ 4 എൽ ക്ലാസിക്കോ തുടർച്ചയായിട്ട്, 2 കോപ്പ ഡെൽ റേ ഫൈനല്, സൂപ്പർ സ്പാനിയോട് ഫൈനല്, 2 ലാ ലീഗ് മത്സരങ്ങൾ, അങ്ങനെ എല്ലാത്തിനും പരാജയപ്പെട്ടിട്ടാണ്, അമ്പേ പരാജയപ്പെട്ടിട്ടാണ് റയൽ മഡ്രിഡ്. അതേപോലെ ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായത്. അങ്ങനെ 5 എൽ ക്ലാസിക്കോ പരാജയപ്പെട്ടിട്ടുണ്ടായത്. അതിനുശേഷം ഈ സീസണിൽ ലാ ലീഗ് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത്. അതിനുശേഷം സൂപ്പർ കപ്പിൽ ബാഴ്സലോണ വിജയിക്കുകയാണ് ചെയ്തത്, സൗദിയിൽ നടന്ന സൂപ്പർ കപ്പിൽ. ഇനിയിപ്പോ അവസാനത്തെ എൽ ക്ലാസിക്ക് വരാൻ പോകണം. ഈ സീസണിൽ സൂപ്പർ കപ്പ് കിട്ടിയിട്ടുണ്ട് ബാഴ്സയ്ക്ക്. ലാ ലീഗ് ഏകദേശം ഉറച്ച പോലെ. ലാ ലീഗ് ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഒരൊറ്റ സമനില മതി അവർക്ക് ട്രോഫി ചൂടാൻ വേണ്ടിയിട്ട്. ഇനി 3-4 മത്സരങ്ങൾ ബാക്കി കിടക്കുന്നു. അപ്പോ റയൽ മഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദുഷ്കരമായ ഭയങ്കര പ്രശ്നങ്ങൾ നിറഞ്ഞ 2 സീസണാണ് കടന്നുപിടിക്കുന്നത്. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സ ഇതേപോലെ ഒരു അവസ്ഥയിൽ പോകുമെന്ന് വിചാരിച്ച ബാഴ്സയെ ഹൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ജർമ്മൻകാരനായ ആ കോച്ച് വന്നതിന് ശേഷം ടീമിലുണ്ടായ മാറ്റങ്ങളും, അതേപോലെ കഴിഞ്ഞ സീസണിൽ ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ചിട്ടാണ് അവര്, അതും ഈ ടീം വെച്ചിട്ട്. ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയത് അത്ലറ്റിക് മഡ്രിഡാണ്. അതിനുശേഷം വില്ലിയറിൽ, റയൽ ബെറ്റീസ്, റയൽ മഡ്രിഡ് ഇവരൊക്കെ മുടക്കിയിട്ട് എത്രയോ 83 മില്യൺ എന്തോ ടോട്ടൽ മുടക്കിയിട്ടുള്ളൂ. ആകെ 3 പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. റാഷ്ഫോർഡിനെ, റൂണി ബാഗ്ദാജി, അതേപോലെ തന്നെ ഗോൾ കീപ്പറായ ജോൺ ഗ്രാസിയ. ഇവർ 3 പേരിൽ എനിക്ക് എടുത്തു പറയുന്നത് ജോൺ ഗ്രാസിയന്റെ സൈനിങ് തന്നെയാണ്. ബാഴ്സലോണയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അത് ഉണ്ടായത്. പിന്നെ ബാഴ്സലോണയിൽ ഈ സീസൺ കഴിയോടുകൂടി ഒരുപാട് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യും, അതേപോലെ തന്നെ പുറത്താക്കും, ഒരുപാട് പ്ലെയേഴ്സിനെ സെൽ ഔട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ എംബാപ്പേനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് റയൽ മഡ്രിഡിന്റെ ഫാൻസുകാർ 50 മില്യണോ എന്തോ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഇതൊക്കെയാണ് വരുന്നത് ഒരു ക്ലബില് ഒരു പ്ലെയർക്കെതിരെ. അത് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ റയൽ മഡ്രിഡിൽ എംബാപ്പെ വന്ന ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം എന്നൊക്കെ പറയുന്നുണ്ട് കുറെ ഫാൻസുകാർ. അതേപോലെ തന്നെ കുറെ ന്യൂസിൽ അങ്ങനെ വരുന്നുണ്ട്. ഈ 2 ചേരികളായിട്ട് റയൽ മഡ്രിഡിൽ ഇതിനു മുന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലേയേഴ്സ്, റൊണാൾഡോ ആയിക്കോട്ടെ, ബെൻസിമ ആയിക്കോട്ടെ, അതേപോലെ ഫിഗോ, അതേപോലെ തന്നെ സിനദിൻ സിദ്ദാൻ, അങ്ങനെ ലോകോത്തര താരങ്ങൾ ഒരുമിച്ച് കളിച്ച ഒരു ക്ലബ്ബാണ്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ അതിഗംഭീരമായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമിൽ ഒരു ഫൈറ്റിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. വാൽവേർഡെ ഹോസ്പിറ്റലൈസറാണ്, ബോധം പോയി, അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു വിഷയമല്ല. നാളത്തെ എൽ ക്ലാസിക്കോക്കുള്ള അവർ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് 2 ടീമും ഇതൊക്കെ മറന്ന് കളിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു വലിയൊരു ക്ലബിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചത് AC മിലാനോ ഇന്റർ മിലാനൊക്കെ ആയിത്തീരുന്നുള്ള ആണ് ബാഴ്സലോണ പറയുന്നത്. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷെ ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ ഡാമാസ് എന്ന കുറെ പിള്ളേരിനെയും അതിനൊരു ഫൗണ്ടേഷൻ ഇട്ടുണ്ടായിരുന്നു സാവി പറയുന്ന ഒരു കോച്ച്. അതിന് കറക്റ്റായിട്ട് കൊണ്ടുവരാനും ഒരു കോച്ച് എന്ന നിലയിൽ റഫീനിയ, അതേപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ്, ബാഴ്സലോണയുടെ ഒരുപാട് പ്ലേയേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ഈ സീസണിൽ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗംഭീര ഫോമിന്, അതും ഇത്രയും പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട് തന്നെ അവർക്ക് ഇപ്പോഴും 1:1 ഇത് ചെയ്തിട്ടില്ല. ഇനി ഈ സീസണിൽ ആരെയൊക്കെ സൈൻ ചെയ്യുന്ന ഒരു പിടിയിലാണ് നിൽക്കുന്നത്. എന്നിട്ടും അവർ ആ കളിയും വെച്ചിട്ട് ഇവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ അഭിമാനിക്കണം ബാഴ്സ ഫാൻസ് എന്ന നിലയിൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ 2 ടീമും പുറത്തായിരിക്കണം, അങ്ങനെ ഒരു ലാ ലീഗ് അവസാനമായിട്ട് ഒരു എൽ ക്ലാസിക്കോ വരുന്നത്. അപ്പം എന്തായാലും വീറും വാശി ഒട്ടും കുറയില്ല. ഇതൊക്കെ അണിയറയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ നാളെ റയൽ ജയിക്കുകയാണെങ്കിൽ ബാഴ്സ ജയിക്കുകയാണെങ്കിലും
രണ്ടുപേർക്കും ഇന്നത്തെ ഒരു മത്സരം, ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഒരു മത്സരം നിർണായകമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് ട്രോഫി കിട്ടാനുള്ള അവസരമാണ്. അയാൾക്ക് ഇന്ന് ട്രോഫി കൊടുക്കാതിരിക്കാനുള്ള എന്ത് പണിയെടുക്കാനും അവർ റെഡിയാണ്. അല്ലെങ്കിൽ കളി കഴിഞ്ഞിട്ട് ബാഴ്സയ്ക്ക് ഹാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ ചില പ്ലേയേഴ്സ് കൊടുക്കാതെ അന്ന് സൂപ്പർ കപ്പിൽ നടന്ന പോലെ എംബാപ്പെ കയറി വരാൻ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞു തരും. പക്ഷെ മര്യാദ ഉള്ളവരാണെങ്കിൽ അത് കൊടുത്തിരിക്കണം. ഇതിനു മുമ്പ് ബാഴ്സ കൊടുത്തിട്ടുണ്ട്. റയൽ ഇങ്ങനെ ചാമ്പ്യൻസ് ലീഗും ലാലിഗൊക്കെ അടിച്ചിട്ട് വരുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബാഴ്സ ഫാൻസ് ഒക്കെ ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ നാളത്തെ ഒറ്റ മത്സരം, ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഒരൊറ്റ മത്സരത്തിൽ റയൽ മാഡ്രിഡ് വിജയിച്ചിട്ട് ആ ഒരു ട്രോഫി കിട്ടുന്ന ആ ഒരു ക്യാമ്പ് നോയിൽ വെച്ചിട്ട് ഉള്ള ആ ഒരു സെലിബ്രേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ നാളെ പൊരുതി തന്നെ ഇരിക്കും. പക്ഷേ രണ്ടുപേരിലെ ഏതെങ്കിലും ടീം ജയിക്കണം, അല്ലെങ്കിൽ സമനിലയാണെങ്കിലും ബാഴ്സയ്ക്ക് ഗുണമാണ്. ബാഴ്സ ട്രോഫി എടുക്കും. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എന്താണെന്ന് പറഞ്ഞാൽ 106 മത്സരങ്ങളാണ് എൽ ക്ലാസിക്കോ നേരിൽ മുട്ടിയപ്പോൾ റയലാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. തൊട്ട് പിന്നിൽ തന്നെ 105 മത്സരങ്ങളുണ്ട്. ഇനി 106 107 ആക്കോ അതോ 105 106 ആക്കിയിട്ട് രണ്ടുപേരും സമനിലയാവും എന്നുള്ള മത്സരത്തിൽ കണ്ടറിയാം. അപ്പോൾ അതിനെ കുറിച്ചൊന്നും ഒരു പ്രഡിക്ഷൻ ഇല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ റഫീനെ തിരിച്ചു വരും. റഫീനെ ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ റഫീനെ തിരിച്ചു വരും, സ്കോഡ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. റയലിന്റെ കാര്യത്തിൽ ഒരു പിടിയില്ല. വാൽവർഡി ഉണ്ടാവും, ഷ്യൂമിനി ഉണ്ടാവും. അവർക്കൊക്കെ 50 മില്യൺ ആണ് 1 മില്യൺ ആണ് അവർക്ക് ഫൈനായിട്ട് രണ്ടാൾക്കും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ മറികടന്നിട്ട് ഇനി ഈ കോച്ച് ഉണ്ടല്ലോ, ആള് എങ്ങനെയായിരിക്കും നാളത്തെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇറക്കുക, നാളത്തെ ഒരു മത്സരത്തിന് എങ്ങനെയായിരിക്കും റയൽ ഫാൻസ് വൈകാരികമായിട്ട് കാണുക, അതൊക്കെ ഭയങ്കര നാളത്തെ ആ ഒരു കളിയിൽ എംബാപ്പെ കളിക്കാൻ ഇറങ്ങുമെന്നുള്ള കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ടമാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഇതൊക്കെ വിടുക, കളി അങ്ങോട്ട് എന്താ പറയുക, തീയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക, എത്ര ഗോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.